പറയും തെറ്റായ ഒരു തീരുമാനം എടുത്തിട്ട് അത് പാളിപ്പോയെന്ന് മനസ്സിലാക്കുമ്പോ കൂടെ ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് നീ ഓക്കെ ആണോ അപ് കൈസെ ഹോ എന്ന് ചോദിക്കുന്ന അങ്ങനെ ഒരു തോൽവി എന്റെ ജീവിതത്തിലുണ്ട്. അത് ഞാൻ സമ്മതിക്കില്ല. അല്ലല്ല തോൽവിയല്ല, പക്ഷെ എല്ലാ തീരുമാനവും തെറ്റായിരുന്നു. ഇപ്പോൾ ധ്യാൻ ചേട്ടൻ്റെ എനിക്ക് തോന്നുന്നു കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു മുഖാമുഖം ഇരിക്കുന്നത്. അപ്പോൾ അതെ 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 ഏതാണ്ട് ഒരു മാസമായി കാണും. പ്രൊഡക്ഷൻ സൈഡിൽ ഇപ്പൊ അവർക്ക് ഫണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പുള്ളി കയ്യിൽ നിന്ന് കൊടുക്കും. ഇങ്ങനത്തെ ഒരു നടനെ ഞാൻ ജീവിതത്തിൽ കണ്ടില്ല. നിങ്ങളൊക്കെ എപ്പോഴും പറയും ഇന്റർവ്യൂ സ്റ്റാർ എന്നൊക്കെ പറയും. അതിന്റെ കൂട്ടത്തിൽ പറയേണ്ടതാണ് പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി സ്റ്റാർ. പ്രൊഡ്യൂസർക്ക് ഒരു രീതിയിലുള്ള ഒരു ബാധ്യത ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, ഒരു പ്രഷർ. ഇറങ്ങിക്കഴിയുമ്പോൾ ബാധ്യത ആവാം. ആദ്യത്തെ ചോദ്യം, ധ്യാൻ ശ്രീനിവാസനെ വെച്ച് സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ കയ്യിൽ എന്താണ് വേണ്ടത്? ധ്യാൻ ഫീൽഡ് ഔട്ട് ആയി എന്ന് പറഞ്ഞു വരുത്തുന്നവരോട് പറയാനുള്ളത് എന്ത്? ഞാൻ പറയാം, പാഠങ്ങൾ പോലും എനിക്ക് പറഞ്ഞു തന്നതും ഞാൻ ഔട്ട് പോയി ഫ്രെയിം ഔട്ട് പോകുമ്പോഴൊക്കെ ഇങ്ങോട്ട് മാറി നിൽക്കുക കുട്ടി എന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചു തന്നു. ഞാൻ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഏത് സിനിമ ചെയ്യുമ്പോഴും ഒരു ഗുരുസ്ഥാനത്ത് കണ്ട് അദ്ദേഹം എൻ്റെ മനസ്സിൽ വരാറുണ്ട്. ഞാൻ എപ്പോഴും ഒരു ഷോട്ട് അഭിനയിക്കാൻ പോകുന്നതിന് മുന്നേ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന ശ്രീനേട്ടൻ്റെ മുഖം. സൂപ്പർ. എന്റെ മനസ്സിൽ പോലും വരാറുണ്ട്. ധ്യാൻ്റെ മനസ്സിൽ ആരാ വരാറ് അങ്ങനെ ഒരു ഗുരുസ്ഥാനീയമായിട്ടാണെങ്കിൽ? എന്റെ മനസ്സിലെ പടത്തിന്റെ ചാർട്ടിങ്, പേയ്മെന്റ്, പിന്നെ ആൾക്കാർക്ക് നാട്ടുകാർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നിലനിൽക്കും. പിന്നെ ഇടക്ക് 2 പടം ഓടണം. പിന്നെ ആരെയും വെറുപ്പിക്കാണ്ടങ്ങ് പോയി കഴിഞ്ഞാൽ കുറച്ചു നേരം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സാധനം. കുറച്ചു നേരം പിടിച്ചു നിന്നാൽ 10-14 കൊല്ലം ഇപ്പൊ പിടിച്ചു നിന്നു. ഇനി അങ്ങ് ഓടുന്ന പോലെ അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് സിനിമയോട് എനിക്ക് അഭിനയത്തോടൊന്നും അങ്ങനെ ഒരു അഭിനിവേശമൊന്നുമില്ല. ഇഷ്ടപ്പെട്ടതൊക്കെ കുറച്ചെങ്കിലും എനിക്ക് താല്പര്യം ഫിലിം മേക്കിങ്ങിനോടൊക്കെയാണ്. അത് വഴി ഇപ്പൊ ഉള്ള കമ്മിറ്റ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ അതിലോട്ട് കിടക്കാനാണ്. കമ്മിറ്റ്മെന്റ് കഴിയും ഇല്ല. നല്ല രീതിയിൽ ചെയ്തു. ധ്യാൻ്റെ കൂടെ അഭിനയിക്കുന്നവർക്ക് എല്ലാവർക്കും കഥകൾ ധാരാളം പറയണം. ഞാൻ നല്ല രീതിയിൽ ചെയ്തു. ഞാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇല്ല ഇപ്പം എന്തായാലും ഒരു ടേക്ക് എടുക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും എറർ വന്ന അല്ലെങ്കിൽ എന്തെങ്കിലും അഭിനയത്തിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേ പോയി. അങ്ങനെ എനിക്ക് ആദ്യം തോന്നിയ എറർ എന്താണെന്നറിയാമോ? ഇവന്മാര് അഭിനയിച്ച ഫസ്റ്റ് ദിവസം ഒരുപാട് ആളുകളുടെ സ്ട്രെസ് മാറാനും ടെൻഷൻ മാറാനും ഒക്കെ ധ്യാൻ ചേട്ടന്റെ ഇന്റർവ്യൂസ് കാണാറുണ്ട് ആളുകൾ. ധ്യാൻ ചേട്ടൻ എങ്ങനെയാണ് സ്ട്രെസ്സും ടെൻഷനും മാനേജ് ചെയ്യുന്നത്? എങ്ങനെയാണ് അത് അവോയ്ഡ് ചെയ്യുന്നത്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു പരിപാടിയാണ്, എനിക്ക് ആക്ടിങ് ഇനി അധികം ഞാൻ ചെയ്യാറില്ല. ഈ ഡിസംബറൊക്കെ വരെയുള്ളൂ പരിപാടി. പക്ഷെ അപ്പോഴും ആൾക്കാർ ഇത്രയും നല്ല ക്യാരക്ടേഴ്സ് എൻജോയ് ചെയ്യുന്നു. ഇപ്പൊ ഈ മൂവിയിലാണെങ്കിൽ ഇമോഷൻ ഉണ്ട്, കോമഡി ഉണ്ട്, എല്ലാം കവർ ചെയ്യുന്നു. എല്ലാവരും കവർ ചെയ്യുന്നുണ്ട് എല്ലാ ഏരിയയും. അപ്പം ആൾക്കാർ ഇങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ എങ്ങനെ ഈ ഡിസംബറിൽ അല്ലെങ്കിൽ ഈ വർഷത്തോട് കൂടി ആക്ടിങ് നിർത്താം എന്ന് പറയുന്നു. ആൾക്കാർ ഇത് ഇഷ്ടപ്പെട്ട് ബാക്കിയൊക്കെ വരാനില്ല. അപ്പൊ ആൾക്കാർ തന്നെ പറയും നിർത്തിക്കോ ഡിസംബർ ആകുമ്പോഴേ. മലയാളികളുടെ പ്രിയങ്കരനായ ധ്യാൻ ശ്രീനിവാസൻ, ഹൂസ് നോൺ ആസ് ആൻ ഇന്റർവ്യൂ സ്റ്റാർ, ഓൾസോ ആസ് ആൻ ആക്ടർ. നിങ്ങളുടെ ക്യാരക്ടർ അസൈൻ ചെയ്ത സമയത്ത് ഈ ക്യാരക്ടർ ഇന്ന ആൾക്ക് ഇന്ന ക്യാരക്ടർ ആണ് എന്ന് പറഞ്ഞ സമയത്ത് ഈ 4 ചിട്ടിട്ട് എടുക്കുകയായിരുന്നു, അതോ നിങ്ങൾക്ക് വേണ്ടി ലൈഫിൽ ഇപ്പൊ സിനിമയിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു പ്രൊഫഷൻ ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുന്നു? അതായത് ഇപ്പൊ ഒരു സിനിമയിൽ ഒരാൾക്ക് ഒരു പെട്ടെന്ന് അറ്റാക്ക് റെഡിയാക്കി അല്ല CPR കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ അനുഭവം എന്തിനാ പറയാറില്ലേ ഈ കോണ്ടന്റ് ചെയ്തതിൽ ഇത് ശരിയായില്ല നിങ്ങള്? കൂടുതൽ ആൾക്കാർ ഞങ്ങളെ റീൽ കാണുന്നുണ്ട്. ഡിജിറ്റല്, ഞാനും ഡിജിറ്റൽ. ഇന്റർവ്യൂ വ്യൂസ് ചോദിക്കും ഞാൻ ചേട്ടാ. ഒരു സിനിമ ഇന്റർവ്യൂ നടത്താൻ വേണ്ടി
ആദ്യം നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കണ്ട് കളിയാക്കിയവരുണ്ടായിരിക്കും. ഇവർക്ക് അതൊക്കെ പറയില്ലേ, ഇവർക്ക് വേറെ പണിയില്ല, അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ടാവുമല്ലോ. അത് പണിയില്ലാത്തോണ്ടല്ലേ ഇത് ചെയ്തോണ്ടിരുന്നത്. ഞങ്ങളിതേ സെന്റി BGM കിട്ടി ഇറക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നിട്ട് അതിന്റെ മറ്റേ ശോകമുഖമായിട്ടുള്ള ഒരു പാട്ടും ഷീല എബ്രഹാം കടക്കണിയിലോ കറക്റ്റ്. സത്യം. എങ്ങനെയെങ്കിലും കുറച്ച് പേര് ഒരു 100 രൂപ മുടക്കി സിനിമ കാണുമല്ലോ, രക്ഷപ്പെടുത്താൻ വേണ്ടി. നീ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, 100 വെച്ച് അയച്ചാൽ ഞങ്ങൾ എപ്പോഴും ഫോണിൽ സംസാരിക്കും. അവിടെ വെച്ചുണ്ടായാലും ഓടി വരും. അന്ന് ശ്രീചേട്ടൻ സീറ്റ് വലിക്കുന്ന സമയത്ത് എനിക്ക് ഒരെണ്ണം തരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ പുറത്തു വരുന്നത് സംസാരിക്കും, കുറേ നേരം സംസാരിക്കും. അത്ര ബന്ധം. എന്നോട് ശ്രീചേട്ടൻ എന്നോട് പറഞ്ഞേക്കണ ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ട്. ശ്രീചേട്ടൻ കഥകൾ എഴുതാൻ തുടങ്ങി. എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാനില്ല. സത്യൻചേട്ടനായിട്ട് കഥകൾ എഴുതുമ്പോഴാണ് ഈ അസുഖം വന്നത്. ഇനി അടുത്ത സിനിമയിൽ ഞാനൊരു സീൻ നിനക്ക് എഴുതുന്നുണ്ടോ? ദൈവം എൻ്റെ 2 മക്കളാണ് സത്യം പറഞ്ഞത്. അതിനുശേഷമാണ് എൻ്റെ അച്ഛൻ കിടപ്പിലായിട്ട്. ഞാൻ ലാലേട്ടൻ്റെ പോലെ തന്നെ ശ്രീചേട്ടൻ മമ്മൂക്ക തുറന്നു പറയില്ല എന്നുള്ളൂ. എന്നെ വലിയ കാര്യമാണ്, എനിക്ക് സ്വയം അറിയാവുന്ന ആളാണ്. എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, തോളത്ത് കയറ്റി നടന്നു പോകുമ്പോൾ സംസാരിക്കാൻ. അങ്ങനെ ഈ പറഞ്ഞ പോലെ എല്ലാവരുമായിട്ട് ബന്ധങ്ങളുണ്ട്. അവർക്കൊരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് എന്നെ വഴക്ക് പറയാം, എന്നെ വേറെ രീതിക്കും ആക്കാം. അത് വലിയ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടായിരിക്കും നാട്ടുകാർ വഴക്ക് പറയുന്നത് ചിലപ്പോൾ. കോൺഫിഡൻസ് ഉണ്ടോ ഈ മൂവി സൂപ്പർ ഹിറ്റ് ആണ്? ഇല്ല. അപ്പം ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഈ കാശ് ചെലവായത് തിരിച്ചു കിട്ടുന്ന വിശ്വാസം തിരിച്ചു കിട്ടുമെന്ന വിശ്വാസം വലുതായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എത്ര സിനിമകൾ, മാക്സിമം നമ്പർ ഓഫ് സിനിമാസ് ഇപ്പൊ മലയാളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്നത്. മമ്മൂക്കയുടെ 86-ലെ നമ്പർ വരെ കടത്തി വെട്ടിയാണെന്നാണ് ഇപ്പൊ ഞാൻ അറിഞ്ഞേക്കുന്നത്. അല്ല, മമ്മൂക്കയുടെ 86-ലെ പടങ്ങളൊക്കെ ഓടിയിരുന്നു ചെറിയ രീതിയിലൊക്കെ. ആ രീതിയിൽ അവാർഡ് ശരിക്കും ഞാൻ ഗിന്നസിലാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ ഞെട്ടിയതുപോലെയൊക്കെ അഭിനയിക്കണം. പോപ്പുലർ ആയി. അല്ല, എന്നാലും വീണയെ പറ്റി, കാരണം ഇപ്പൊ നായിക കൂടിയാണ്, വീണയെ പറ്റി ഇനി വീണയ്ക്ക് ഭാവി സിനിമയിലാണോ ഇതിലാണോ എന്താ തോന്നുന്നത്? ഡിജിറ്റൽ മീഡിയയിലാണോ? വീണക്കൊരു ഭാവി ഉണ്ടോന്ന് പോലും മേക്കപ്പ് ഒക്കെ ഉണ്ട് ഇന്ന്. എനിക്ക് മേക്കപ്പ് ഒന്നും ഇല്ല, ഇത് നാച്ചുറലാ. വ്യത്യാസം ഉണ്ടല്ലേ? എന്താ തോന്നുന്നത്? ഞങ്ങൾ ഏജിങ് ലൈക്ക് എ ഫൈൻ വൈൻ ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഞങ്ങൾ വന്നിട്ട് ദൂരദർശൻ തുടങ്ങിയ കാലം തൊട്ട് മീരെ വാങ്ങിച്ച് കൂട്ടണോ? ഞാനൊക്കെ ആണെങ്കിൽ രമേശ് ചേട്ടൻ കളിയൊക്കെ ഫൈൻ വൈനല്ല, പട്ടച്ചാര എന്നൊക്കെ പറയണം. ധ്യാൻ 2.0 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ശ്രദ്ധിച്ചാണ് ഇൻട്രൊഡ്യൂസിങ് ധ്യാൻ ശ്രീനിവാസൻ 2.0. ഇനി 3.2, 4.2, 5.2, അവസാനം ഒരു ഓ. ചെറിയൊരു ചേഞ്ച് ഇട്ടിട്ടുണ്ട്. സുഭാഷ് അറിയാം. ചേഞ്ച് വേണത്ര, ചേഞ്ച്. അപ്പൊ വന്ന് അമ്മ എന്നോട് പറഞ്ഞു, ചേട്ടാ എന്തെന്നൊരു ചേഞ്ച് സാധനം കിടക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഈ സ്പെല്ലിംഗ് മാറ്റി കഴിഞ്ഞാൽ സക്സസ് ഉണ്ടാവും, അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ചില പേരുകൾ മാറ്റും, അപ്പൊ നമുക്ക് ഭാഗ്യം വരും. ചിലപ്പോൾ സിനിമയിൽ വരുമ്പോൾ ഇപ്പൊ എന്റെ പേര് ഞാൻ ചെയ്ത പടങ്ങളൊക്കെ എന്ത് പേരിട്ട് ചെയ്താലും ചിലപ്പോ ധ്യാൻ ചേട്ടന്റെ പടം എന്ന് പറയുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇന്റർവ്യൂവിന് ചേച്ചി ഒരു സിനിമ എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോ ചേച്ചി എന്ത് കാര്യം ശ്രദ്ധിക്കാറുള്ളത്? ഞാൻ അതിൽ ധ്യാനുണ്ടോ നോക്കും. ഞാനുണ്ടോ? ഞാൻ നോക്കുന്നത് ചേച്ചി ഉണ്ടല്ലോ. ഒറ്റ ചോദ്യമുള്ളൂ. എന്താണ്? എനിക്ക് ഭയങ്കര ഇഷ്ടവും ബഹുമാനമാണ് ശ്രീനിവാസൻ സാർ. അതെ, ശ്രീനിവാസൻ സാറിന് എങ്ങനെ ഇങ്ങനെ ഒരു മോനുണ്ടായെന്ന് എനിക്ക്
അയ്യോ അയ്യോ, ഞാൻ ഇത്രയും നേരം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന എൻ്റെ ഇത് ഇമേജ് ബിൽഡ് തകർത്ത് കളഞ്ഞല്ലോ. 1988 ഒരു വെള്ളിയാഴ്ച മഴയുള്ള രാത്രി. അത്രേ ഉള്ളൂ. രവീന്ദ്ര നീ എവിടെ? ഈ ടൈറ്റിൽ എങ്ങനെ വന്നു അറിയാമോ? എന്നോടോ? എനിക്കറിയില്ല സാർ, ഒന്ന് പറഞ്ഞു. ഞാൻ ഓരോരുത്തരും ചോദിക്കും ടൈറ്റിൽ എങ്ങനെ വന്നു. നിങ്ങൾക്കറിയോ? ഞാൻ അറിയാൻ എങ്ങനെയാന്ന് ഞാൻ പറയാം. നിങ്ങൾക്കറിയോ ടൈറ്റിൽ എങ്ങനെ വന്നു? ഞങ്ങൾ എങ്ങനെ വന്നു എന്ന് ആലോചിച്ചിരിക്കുക. അതെനിക്കറിയാം. ഞാൻ സ്ഥിരം ഉണ്ടാവുന്നേ കമ്പനിയിൽ. പൂളിൽ അജുവേട്ടൻ കുളിക്കാൻ പോവാണ്. പക്ഷെ വെള്ളമല്ലാതെ ഏത് ഒരു ലിക്വിഡ് അതിനകത്ത് ഇടണം എന്ന ആഗ്രഹമുണ്ട്. നല്ല ചോദ്യം. അത് ഞാൻ ഓൾറെഡി ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബിയർ. നല്ല ഉത്തരമാണ്. ാണെങ്കിലോ ആ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ വന്നോട്ടെന്നായിരിക്കും. അല്ലല്ല, ആ ബിയർ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ. ധ്യാൻ അഭിനയിച്ച പടങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് OTT-യിൽ വരുമ്പോഴോ യൂട്യൂബിൽ വരുമ്പോഴോ എങ്കിലും ധ്യാൻ കാണാറുണ്ടോ? എനിക്ക് മറുപടി ഇല്ല. അതെ, കാരണം കാണണം, നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ. നിന്നെ ഞാൻ നിർബന്ധിച്ചോ? ഇല്ല, ഞാൻ എന്നെ സ്നേഹം കൊണ്ട് കണ്ടുപോയതാ. ക്ഷീണമായി. അങ്ങനെ പക്ഷേ ഒരു കാര്യം പറയാം, ഇതിന് ഞങ്ങളെല്ലാം കൂടെ ഇറങ്ങിയത് ഈ സിനിമ ധ്യാന്റെ മാത്രമൊന്നുമല്ല, സിനിമ 5% സിനിമ മൊത്തം ഒരു ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്നതിൽ വിജയിക്കുന്നുള്ളൂ. ബാക്കി അതിൽ 60% സിനിമ നിന്റെ ആദ്യത്തെ പ്രണയം എന്ന് പറയുന്നത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന 7ാം ക്ലാസ്സിൽ എൻ്റെ 7ാം ക്ലാസ്സിലായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രണയം. 2ാം ക്ലാസ്സിലായിരുന്നു ആദ്യത്തെ പ്രണയം. പപ്പീനാണോ പ്രണയിച്ചത്? ഇത്ര ധ്യാൻ സന്തോഷമല്ലേ ഏറിപ്പോണത്? ഈ ധ്യാൻ ശ്രീനിവാസൻ ഇതിനു മുൻപ് കഥയും തിരക്കഥയൊക്കെ എഴുതി സംവിധാനം ചെയ്തൊരു സിനിമ ഏതാ അറിവുണ്ടോ? പ്രകാശം പറക്കട്ടെ. അതിനു മുൻപ് നയൻതാരയ്ക്ക് ശേഷം കഥ പറഞ്ഞത് വീണയാണ്. വളർന്നതാണോ ഇവൻ നശിച്ചതാണോ? കിഫ്മിനെ കിഫ്മി എന്ന് വിളിക്കും, ഫെഫ്കെനെ ഫെഫ്കെ എന്ന് വിളിക്കുന്നു, ആൻഡ് ഫിയോക്കിനെ ഫിയോക്ക് എന്ന് വിളിക്കുന്നു. വൈ വെൻ ഇറ്റ് കംസ് ടു അമ്മ AMMA, വാട്ട് ഈസ് യുവർ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ടു ദാറ്റ്? What is your immediate, why people are calling, why channels are calling AMMA? അല്ല അതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, എന്തുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ കൂട്ടി വായിക്കാൻ അറിഞ്ഞൂടാത്തോണ്ട്. നടന്മാരും അവരുടെ മകനെ ആക്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. ശ്രീയേട്ടൻ ഏതെങ്കിലും ഒരു ഡയറക്ടർ വിളിച്ചിട്ട് ധ്യാനെ അഭിനയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? വിജയേട്ടൻ അറിയാവുന്ന ശ്രീനിവാസൻ, എനിക്കറിയാവുന്ന ശ്രീനിയേട്ടൻ വിളിക്കില്ല. അത്രേ ഉള്ളൂ അതിനുത്തരം. നെപ്പോട്ടിസത്തിന്റെ ഭാഗമാണോ? അതായത് ശ്രീനിയേട്ടന്റെ മകനായതുകൊണ്ട് മാത്രം ഇയാൾ എന്നെങ്കിലും ഒരു ഇറ്റ് തരും എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ പടങ്ങൾ തന്നുകൊണ്ട് മകനായതുകൊണ്ടാണോ വിജയേട്ടൻ എന്നെ വിളിച്ചത്? ഫാൻസ് ഇതൊക്കെ ഡിജിറ്റൽ ഫാൻസ് ആണ്. ഇവരൊന്നും പുറത്തിറങ്ങില്ല, സിനിമയ്ക്ക് പോവില്ല, ഇവിടെ ഇറങ്ങില്ല. ഞാൻ പൈസ ചേട്ടന്റെ പടം കാണാറ്. എന്റെ പടം നീ കണ്ടിട്ടില്ല, അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞ്. ഒരു മിനിറ്റ്, എന്റെ കേസിൽ എന്താ, ഞാൻ സമയത്ത് ജനക്കൂട്ടം വരാറില്ലേ? അത് സത്യമല്ലേ? എന്റെ കേസില് അങ്ങനെ ഇവനുള്ളത് ജനക്കൂട്ടം വരുമെങ്കിൽ ഇവൻ റിലീസ് ദിവസം തിയേറ്ററിന് വാദിക്കാൻ നിൽക്കാത്ത എന്തുകൊണ്ടാണ്? അവര് ഡിജിറ്റൽ ഫാൻസ് ആണ്. അപ്പൊ വളരെ മനോഹരമായ 2 പാട്ടുകളാണ്. ഞാൻ എന്ത് തോന്നി? നല്ല പാട്ടുകൾ.
പ്രകാശ് ഉള്ളേരി എന്താ അത് പറഞ്ഞിട്ടൊരു ഡൗട്ട്? അല്ല, ഞാൻ അന്ന് ശ്രദ്ധിച്ചില്ല പാട്ട്. നല്ല പാട്ടായിരുന്നു. പാട്ട് നല്ല. ഈ നല്ലതാന്ന് പറയുന്നതിന് വല്ല കുഴപ്പമില്ല. ഇല്ല ചേച്ചി, നല്ലതാണ്. അല്ല, ഞാൻ ശരിക്കും ഒന്നും ശ്രദ്ധിച്ചില്ല പാട്ട്. ഇവരൊക്കെ പാടി ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. വളരെ നല്ലതാണ്. ചോദിക്കുന്നത്, നിങ്ങൾ കല്യാണം കഴിക്കണ്ടായിരുന്നു എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഈ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അത് കാരണം പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ചെയ്യാത്ത 500ഓളം സിനിമകളാണ് മലയാള സിനിമയ്ക്ക് എൻ്റെ സംഭാവന. ചെയ്യാത്ത ആ 500ഓളം സിനിമകളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രം ധ്യാനിന് കുറച്ച് കോൺഫിഡൻസ് കൂടുതലുണ്ട്. ഈ വളയ്ക്ക് കോൺഫിഡൻസ് കൂടുതലുണ്ടോ, അതോ എന്താകുമെന്ന് അറിയാത്ത ന്യൂട്രൽ സ്റ്റേജ് ആണോ, അതോ നെഗറ്റീവ് സ്റ്റേജ് ആണോ? അത് നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നില്ലാത്ത സ്റ്റേജാ. കണ്ടില്ല കേട്ടോ. ആണല്ലേ? ഓടുകുതിരയില് ഞാൻ എന്നിട്ട് ഓടുകുതിര ചാടുകുതിരയുടെ പ്രൊമോഷൻ സമയത്ത് അവരോട് ചോദിച്ചു, ധ്യാൻ ശ്രീനിവാസൻ ഇതിനകത്തുണ്ടോന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറയാ അത് ആദ്യത്തെ പോസ്റ്ററിൽ വെച്ചതാ, പിന്നെ മാറ്റിയായിരുന്നു. അതെ, പോസ്റ്ററിന് മാറ്റി. ഇനി മാറ്റിയോ പടത്തിൽ? ഒരു കിടിലൻ കോംബോ ആയിട്ട് വീണ്ടും ഒരു സിനിമ വിശേഷമായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതായത് ധ്യാൻ ബ്രോ, എന്താണ് വള? അതെന്റെ താഴെ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, സ്റ്റോറി ഓഫ് എ ബാംഗിൾ. അത് സംശയം, നിന്നെപ്പോലത്തെ ആൾക്കാർ ഇങ്ങനെ സംശയം ചോദിക്കുന്നുള്ളതുകൊണ്ടാണ് അതിന്റെ താഴെ തന്നെ വട്ടക്കാലത്തിൽ സ്റ്റോറി ഓഫ് എ ബാംഗിൾ. നെക്സ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാല് പെപ്സി. പിന്നെ വരാൻ പോകുന്നത് അത് ഡിറ്റർജന്റ്. വേണേ കുറച്ച് അടിച്ചോ. അടിച്ചു. ശരിക്കും അടിക്കും, പതയട്ടെ. പൊട്ടിത്തെറി പതയുന്നുണ്ടല്ലേ? ഈ ഫോൺ നമ്മളിങ്ങനെ പതിഞ്ഞിരിക്കുന്ന ഫോൺ ഇങ്ങനെ നമ്മുടെ കയ്യിൽ താഴേക്ക് വീഴാൻ ഉണ്ട്. പൊട്ടാൻ ചാൻസ് ഉണ്ടോ? പറയാൻ പറ്റില്ല. സാധാരണ ഫോണെങ്കിൽ ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ പോലും ഒരു 10,000 രൂപയ്ക്ക് മുകളിലേക്ക് അതിന് കോസ്റ്റ് വരും. പക്ഷെ ഇത് ഓപ്പോയുടെ F31 സീരീസ് ആണ്, ഇത് പൊട്ടത്തില്ല. ഒന്ന് എറിഞ്ഞു ഞാൻ പൊട്ടിത്തരാണ്. ഫോണിനകത്ത് 5G++ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ്വർക്ക് സ്പീഡ് കാര്യങ്ങളെല്ലാം തന്നെ കൂടുതലായിരിക്കും. മാത്രമല്ല, ഫോൺ ഗെയിം കളിക്കാറുണ്ടോ? ഇല്ല. ഫോട്ടോ വീഡിയോ എടുക്കാറുണ്ടോ? ഇല്ല. ഒന്നും എടുക്കാറില്ല. പിന്നെ ഫോൺ എന്തിനാ? ആരും വിളിക്കുമ്പോ എടുക്കാൻ. കുറെ നേരം വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഫോണിനകത്ത് ഹീറ്റ് ആവാറുണ്ടോ? ഫോൺ ഹീറ്റ് ആവാറുണ്ടാവും. ഹീറ്റ് ആവുന്ന അത്ര ഉപയോഗിക്കാറില്ല. ഇതെല്ലാം കൂടെ എന്തിനു കിട്ടും? എത്ര കിട്ടും? അതൊരു ചോദ്യം. എത്ര രൂപയ്ക്ക് തരും? അല്ല, എത്ര രൂപ തരും ഈ ഒരു ഫോണിന്? ഈ ഒരു ഫോണിന് എല്ലാം കൂടെ ഒരു 5,000 രൂപ തരും. 5,000 രൂപ? അത് ഭയങ്കര കുറവാ. അത് ഭയങ്കര കുറവാ. 5,000 രൂപയ്ക്ക് ഇത്രയും കാര്യങ്ങളുള്ള വേറൊരു ഫോൺ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? എന്നാ പിന്നെ എല്ലാം ഇത്രയും ഉള്ളതുകൊണ്ട് 45,000 തരാം. 45,000 രൂപ ധ്യാൻ ചേട്ടനായോണ്ട്, വിനീതേട്ടൻ അനിയനായോണ്ട് എനിക്കൊരു 22,999 രൂപ വന്നു കഴിഞ്ഞാൽ ശ്രീനിവാസന്റെ മോനും കൂടെ ആയതുകൊണ്ട് 15,000 രൂപ. ഇവിടേക്ക് ചോദിക്കുന്ന ആൻസർ എങ്കിലും കിട്ടുള്ളൂ. നിങ്ങളൊക്കെ വെറും പിരിപിരിപ്പാ. എന്താണ് ഈ വള? മേനോൻ മറ്റേ ചോദ്യമായിരിക്കും. കുത്തിത്തിരിപ്പ്. ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കാൻ കാരണം സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടാണോ, അതോ പേയ്മെന്റ് ആണോ, അതോ മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് ആണോ? അതിനെന്താ ഉത്തരം പറയണത്? പേയ്മെന്റ്. അതാണ് നമുക്കത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തന്നല്ലോ. ഞാൻ കമ്പനി ആർട്ടിസ്റ്റാ. ഓ ശരി ചേച്ചി, ഇപ്പൊ തിരിപ്പുണ്ട്. ഞാൻ അബാമിന്റെ കമ്പനിയെ റെപ്രസെന്റ് ചെയ്തിട്ട് വരുന്നു. ഞാനില്ലാതെ ഞങ്ങൾക്ക് ഒരു വെടിക്കെട്ടുമില്ല. ശരിയാണ്. തുറന്നു പറയുന്നതുകൊണ്ട് പല സ്ഥലങ്ങളിലും മാറ്റി നിർത്തപ്പെടുന്നു. മാറ്റി നിർത്തിക്കോട്ടെ, സന്തോഷം. എനിക്ക് മാറ്റി അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ മാറ്റി നിർത്തി നിങ്ങളായിരിക്കും.
ചില വേദികളിൽ അല്ല അത് അങ്ങനെ തുറന്നു പറയുന്നുണ്ട്. ആ സ്വഭാവം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടല്ലോ വീട്ടിൽ നിന്ന് വരെ. ഈ ഇന്റർവ്യൂ കഴിയുന്നതോടുകൂടി അമ്മേന്ന് പുറത്താകും എന്നെ. അല്ല അദ്ദേഹത്തെ പുറത്താക്കാൻ ആർക്കും കഴിയില്ല. കഴിയില്ല. കാരണം ഓൾറെഡി പുറത്താണ് നിർത്തുന്നത്. അപ്പൊ ബഹിരാകാശത്ത് നിൽക്കില്ല. ഇത് സ്വയം പറയാ ഏറെ നിൽക്കാന്ന് ഉറപ്പിച്ചിട്ടങ്ങ് പോവാ. എയറിലാണ് ഒരു പോസിബിലിറ്റി ഉണ്ട്, തിരിച്ച് ഭൂമിയിലോട്ട് പതിക്കും. ഇത് ബഹിരാകാശത്ത് പോയാൽ പിന്നെ പറന്ന് നടന്ന് വേറെ പ്ലാനറ്റ്സിലൊക്കെ പോയി ഇടിച്ച് മൊത്തം പഞ്ചർ. അവിടെ കുറച്ച് ഇന്റർവ്യൂ കൊടുക്കാം. അവിടെ വരും. എവിടെ പോയാലും അല്ല എയറിലാണ് നമുക്കൊരു ഓൾറെഡി വീട് വെച്ച്. അപ്പോ അതൊക്കെ ഉള്ളത് കൊണ്ട് സിനിമയുടെ എണ്ണം കുറക്കാന്നുള്ള രീതിയിൽ എണ്ണം കുറച്ചു. എണ്ണം കുറച്ചപ്പോഴേക്ക് എണ്ണം കുറഞ്ഞു. അതിന്റെ വരവും സാധാരണ ഒരു വരവുണ്ടാവുമല്ലോ, ആ വരവ് പിന്നെ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞല്ലോ. ഇനിയിപ്പോ ഇപ്പൊ വിളിക്കുന്നവരടുത്തൊക്കെ പറയും ചെറിയൊരു ഗ്യാപ്പ് എടുക്കുകയാണ്. പക്ഷെ വലിയ ഗ്യാപ്പല്ല, ഒരു ചെറിയ. പണ്ട് ഒരു വർഷം 30 സിനിമ, ഇപ്പൊ എത്ര എണ്ണം കുറഞ്ഞു? 15 സിനിമ. ചുറ്റൊരു ഓറ, ഒരു വലയം. തുണി അലക്കണ്ട, സ്വന്തം വണ്ടിയിൽ വരുമ്പോ തുണി അലക്കണ്ടാത്ത സ്റ്റാർ, ലുങ്കി മാത്രം സ്റ്റാർ. അപ്പൊ എല്ലാം കൊണ്ടും ലാഭമാണ്. കുളിയില്ല, വെള്ളം, ഹോട്ടലുകാർക്ക് വെള്ളം ലാഭം. ഞാൻ ലാഭേഷ് എല്ലാം കൊണ്ടും ലാഭമാണ്. അതെ 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 അല്ലേ? പടം തിയേറ്ററിൽ വലിയ ലാഭമില്ല. കേരള ചരിത്രം, ഇന്ത്യൻ സിനിമ, ശാസ്ത്ര സാങ്കേതികം, കായികം, ആനുകാലികം, സാഹിത്യം. കായികം സ്പോർട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം വളരെ ധൈര്യപൂർവ്വം എടുത്തിരിക്കുകയാണ് ധ്യാൻ. സിനിമയൊന്നും നമുക്ക് അറിഞ്ഞൂടാ. എനിക്ക് പൈസ വേണ്ട, ഞാൻ ജോലി ചെയ്യും, പൈസ എന്റെ പുറകെ വരും. അതാണ് എന്റെ ഒരു രീതി. പെട്ടെന്ന് ഈ രജനി സാർ, ഞാൻ കണ്ടോണ്ടിരിക്കുക, ഞങ്ങൾ 3 പേരും റൂമിലുള്ളൂ. പെട്ടെന്ന് രജനി സാറ് പറയുന്നു, അബ്ദില്ല ശ്രീനിവാസ, കാസും പിന്നാടി വരാത്, കാസും കൂടെ വരണം. വേല ശരിയാ, കാസ് കൂടെ വരണം. അത് എപ്പിക്. അതാണ് ഞാൻ ഇന്നേ വരെ ഫോളോ ചെയ്യുന്നത്. മനസ്സിലായി. ഏഴ് തെറ്റാണ്. ഞങ്ങൾ 7 പറഞ്ഞില്ലെങ്കിലോ? നിങ്ങള് പാസ് ചെയ്തു. അതിനോട് അടുത്തുള്ള ഒരു ഉത്തരമാവാം ചിലപ്പോ ശരിയായ ഉത്തരം. 5 ശരി ഉത്തരം. ഒന്ന് ആലോചിക്കൂ. അയ്യോ, 5 അല്ലാണ്ട് വേറെ ഉത്തരം ഉണ്ടോ? 9. വളരെ അടുത്താണ് ഉത്തരം. 5 വേണോ? 6 ഉറപ്പിക്കാവോ? ഉറപ്പല്ലേ? ഉത്തരം 6 ശരിയാണ്. ഞാൻ തമാശ പറയില്ല, നമ്മൾ ഇത്രയധികം ചിരിച്ച് എൻജോയ് ചെയ്ത വേറൊരു എപ്പിസോഡ് ഉണ്ടായിട്ടില്ല. അതിന് ധ്യാൻ വന്നേ എന്റെ മോനെ, നമസ്തേ. ഇത്ര ഡീസന്റ് ആയി പോയടാ. ഈ തുടക്കല്ലേ അങ്ങനെ ധ്യാനെ പറ്റി ഇത്രയും വലിയൊരു ഇതൊന്നും ആർക്കും ഇല്ല. കാരണം ധ്യാൻ വന്നിട്ട് ഇങ്ങനെ ചേച്ചി അങ്ങനെ ഒന്നും പറയരുതടാ പ്ലീസ്. ധ്യാനാവ് ചേച്ചി നമസ്തേ പറഞ്ഞു, ഞാൻ തിരിച്ചു പറഞ്ഞു. അങ്ങനെ ഡീസന്റ് ആയതാ കൊച്ചെ. എന്താണ്ട് വിശേഷം? പിന്നെ ഇതുവഴി കയറി വന്ന എന്നാ? ഇതുവഴി വരാൻ പറഞ്ഞപ്പോ ഇത്രയും ഫിലിം എല്ലാം ചെയ്യുമ്പോഴേ പുള്ളിക്കാരത്തി ക്രിട്ടിസൈസ് ചെയ്യോ ഭാര്യ? ക്രിട്ടിസൈസ് ചെയ്ത് കാണൂലല്ലോ, കണ്ടാലേ ക്രിട്ടിസൈസ് ചെയ്യാം. സിനിമയ്ക്ക് കൊണ്ടുപോകത്തില്ലേ? സിനിമ കാണും, എന്റെ സിനിമ കാണുമല്ല.
എന്നതാടാ പറയണേ? ചുമ്മാ എന്നെ എന്തേലും ഒക്കെ പറയും. പിന്നെ സ്വന്തം ഭർത്താവ് എന്റെ ഒരു കാണാൻ കൊള്ളുന്ന ഒരു സിനിമ പറഞ്ഞ ചേച്ചി അടുത്ത കാലത്ത് ഇറങ്ങി വർഷങ്ങൾക്ക് ശേഷം എന്നാ ഒരു വർഷം കഴിഞ്ഞു. അത് വർഷങ്ങൾ കഴിഞ്ഞു. ബാക്കിയുള്ളവരോട് ഒന്നും ചോദിക്കുമല്ലേ? ആരോടും ചോദിച്ചു നോക്ക് ചേച്ചി. ഞാൻ ആരോടും പോയി കഥ ചോദിച്ചു. അതുകൊണ്ടല്ലേ എന്നെ ഇത്ര സ്നേഹം അവർക്കൊക്കെ എപ്പോഴും. ഒന്നും ചോദിക്കില്ല ഞാൻ. അങ്ങ് അഭിനയിക്കും. അന്ന് രാവിലെ എന്നാ പറയുന്നത്? കുളത്തിൽ ചാടണോ ചാടും, പുല്ല് പറിക്കണോ പറിക്കും, എല്ലാം ചെയ്യും. അയ്യോ, അന്ന് രാവിലെ എന്നാ പറയുന്നത് അതൊക്കെ ചെയ്യുവോ? നമ്മള് ജോലിയല്ല, നമ്മള് ഫ്രീലാൻസ് ചെയ്യല്ലേ. ഫ്രീലാൻസ് അല്ലേ? ഫ്രീ ആയിട്ടല്ല, പക്ഷെ ഫ്രീലാൻസ്. വൈഫായിട്ടുള്ള പ്രണയം അതെങ്ങനെയായിരുന്നു? എപ്പോഴായിരുന്നു വൈഫായിട്ടുള്ള പ്രണയം? അതെപ്പായിരുന്നു? അതൊരു പ്രണയം. അയ്യോ, എന്റെ ദേവി, ഇവ വീട്ടിൽ ചെല്ലുമ്പോ അടി ഓർമ്മ. ഇല്ല ചേച്ചി, അതൊക്കെ എപ്പോഴേ കിട്ടി. നേരെ അടുക്കളയിലോട്ട് വരുമ്പോ ഉള്ളൊരു എന്റെ ലോകം ഭയങ്കര ഇഷ്ടമാ. ആണല്ലേ? ആ, ഭയങ്കര ഇഷ്ടം. അടുക്കള കണ്ട സിനിമയാണോ അടുക്കളയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുക്കളയെ പറയത്തുള്ളൂ. ഭയങ്കര ഇഷ്ടം അടുക്കളയിൽ. ഞാനും അതുപോലെ കുറച്ച് കഴിയുമ്പോ അടുക്കളയിലാവും. ധ്യാൻ ചേട്ടന്റെയും പ്രകടനം പറയണം. ധ്യാൻ ചേട്ടൻ കുഴപ്പമൊന്നുമില്ല. ധ്യാൻ ചേട്ടൻ മറ്റേ തിരക്കഥകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ല ധ്യാൻ ചേട്ടൻ അല്ല, അത് ധ്യാൻ സംബന്ധിച്ചുള്ള കാര്യമാണ്. നമ്മൾ പറഞ്ഞ വരുന്നുണ്ട്. ധ്യാനറിയാം. ഞാൻ ചില സാധനങ്ങൾ വരുന്നത് ഞാനിങ്ങനെ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ഞാനിങ്ങനെ പടങ്ങൾ ചെയ്യും, നല്ല പടങ്ങൾ ചെയ്യാൻ. വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ വെറുതെ ഇരുന്നോണ്ടിരിക്കും. ചൂസി ആയിട്ട് ഇങ്ങനെ വിട്ടിരിക്കും. ഞാൻ തീരെ ചൂസി അല്ലാന്ന് എല്ലാ ഇന്റർവ്യൂലും പറയുന്ന ഒരാളാണ്. ഞാൻ ചേട്ടൻ തെരഞ്ഞെടുത്ത പടത്തിൽ തന്നെ തിരിച്ചു വരേണ്ടി വന്നു. ചൂസ് ചെയ്ത് അവസാനം കിട്ടിയതോ എന്റെ പടം. എല്ലാ ഇന്റർവ്യൂവിലും എന്നെ പിടിച്ചിരുത്തിയിട്ട് നിനക്ക് ഒത്തിരി റോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യൻ, എന്നിട്ട് ഞാൻ അഭിനയിച്ച റോളും കൂടെ എങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ അതുകൊണ്ടാണ് പിള്ള കൊറത്തേറി കുറഞ്ഞത്. പിന്നല്ലേ ഞാൻ അറിയുന്നത് അത് കട്ട് ചെയ്ത് കളഞ്ഞു. എന്തൊരു മനുഷ്യൻ നിങ്ങൾ അങ്ങനെ ചെയ്തത് എന്നോട്. കട്ട് ചെയ്തല്ല, അവിടുന്ന് കട്ടായി പോയത്. റോബോട്ടിക് ക്യാമറയൊക്കെ വെച്ചുള്ള ഫൈറ്റ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ അറിഞ്ഞായിരുന്നു അതൊക്കെ ഉണ്ടെന്ന്. അന്നത്തെ ദിവസം ഞാൻ ഇല്ലല്ലോ. എല്ലാത്തിനും ഞാൻ ദേഷ്യപ്പെടുന്ന എല്ലാത്തിനും ഒരുപോലെ. ദേഷ്യപ്പെടുന്നതല്ല, ഞാൻ ഒരു എക്സ്പ്രഷൻ സ്ഥിരമായിട്ട് ഇടാറ്. അതെന്നറിയാമോ? കഥ അറിയില്ല, പിന്നെ മുന്നോട്ട് അറിയില്ല. അവനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അവൻ നമ്മളെ കൊല്ലാൻ വരുന്ന പോലെ എനിക്ക് സത്യം നമ്മള് ശരിക്കും നേരിട്ട് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഫീൽ നമുക്ക് പേടിയാവും. അങ്ങനെ ക്യാരക്ടർ പിടിച്ച രണ്ടാളേ ഉള്ളൂ. ഒന്ന് അവനും നസീറും. അത് സത്യമാ. ഞാനും ക്യാരക്ടർ പിടിക്കേണ്ടത് എല്ലാം ഒരുപോലെയാണ്. ഏതെടുത്താലും ഒരുപാടായതുകൊണ്ട് പിന്നെ ക്യാരക്ടറെ നോക്കണ്ട. ഈ കുറി ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. ഞാൻ 2.0 എന്നാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. അതെന്താ ധ്യാനം അങ്ങനെ? എന്താ അങ്ങനെ പറഞ്ഞു മടുത്ത്. അതെ, എന്താന്നറിയാമോ? സാധാരണ കാണുന്ന ഒരു ലുക്കല്ല, ചേഞ്ച് ഉണ്ട്. ചേഞ്ച് കണ്ടുപിടി. ഈ പോസ്റ്ററിൽ എന്ത് ലുക്ക് ചേഞ്ച് എന്നാണ് പറയുന്നത്? പെരികം ത്രെഡ് ചെയ്തോ എന്താ? ഡെഫിനറ്റ്ലി ക്വാളിറ്റി സിനിമയായിരിക്കും. ആണ് അല്ലെ? ഇനി ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് എന്റെ ഒരു പേഴ്സണൽ സന്തോഷം നിങ്ങളോടൊക്കെ പറയാനുണ്ട്. ആ പേഴ്സണൽ സന്തോഷം ഗർഭിണിയാണെന്നാണ്. സത്യം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തീരുമാനിച്ചു. അത്ര വലിയ ഡിറ്റക്റ്റീവാ. ഇത് കറക്റ്റ് കണ്ടുപിടിച്ച എന്നെ
കറക്റ്റ് ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചു ഗർഭിണിയാണ്. അതെങ്ങനെ കണ്ടുപിടിച്ചു? അത് പറ്റിയ ഒരു കഴിവാണ്. വളരെ ഗർഭിണിയാക്കിയിട്ടുള്ളൂ. ഒരു സ്ഥലത്ത് പോയിട്ട് ധ്യാന്റെ ഒരു ഫ്രണ്ട് കൂട്ടിയിട്ട് പോയിട്ടുണ്ട്. അവരെന്തോ ധ്യാനോട് ഗിർവാൺ അടിച്ചു നോക്കിയ ആള്. അതായത് എന്തോ ഇങ്ങനെ പറഞ്ഞിട്ട്, അതായത് കഴിഞ്ഞ ദിവസം ഒരാൾ ജാതകം നോക്കിയിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു മോശം സമയമെന്ന് പറഞ്ഞു, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാണ്ട് തിരിച്ചയാൾ ഹൈദരാബാദിലേക്ക് പോയിട്ട് ഇപ്പൊ മരിച്ചു. ഒറ്റയ്ക്കാ വന്നത്, ഇപ്പൊ മരിച്ചു എന്ന് അറിഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ച് ഹൈദരാബാദ് പോയ ആള് വിളിച്ച് നിങ്ങളോട് പറഞ്ഞു ഞാൻ മരിച്ചു. ഏറ്റവും കൂടുതൽ ക്യാഷ് കടം കൊടുക്കുന്ന ആൾ. ഇതെന്തിനാ ഞാൻ കാണിച്ചെന്നറിയാമോ? എനിക്ക് ക്യാഷ് കട എടുത്താണ്. എനിക്ക് കുറച്ച് ക്യാഷ് കടായിട്ട് വേണം. ഇവിടുന്ന് എന്തായാലും കിട്ടൂല. അപ്പൊ എനിക്ക് മനസ്സിലായി, കുറെ പേര് വിചാരിച്ചിരിക്കുന്നത് ഞാനിപ്പം ഹിന്ദിയിൽ എവിടെയാണെന്നാണ്. അവിടെ ഉള്ളവർക്ക് അറിയില്ല ഞാൻ എവിടെയാണ്. അപ്പം ഞാൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അപ്പൊ ഞാൻ ഐഡന്റിറ്റി ക്രൈസിസ്. ആരെന്നോട് ചോദിച്ചാലില്ലേ നിനക്ക് എവിടെ നിന്ന്? ഞാനാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞു നീ ബോംബെ. എത്ര പണം പോയെന്നറിയണം. ചേട്ടാ അതിന്റെ ഒരു റൈറ്റിംഗ് പ്രോസസ്സും? ഇത് നമ്മുടെ ഒരു കൂട്ടുകാരന്റെ ജീവിതത്തിൽ നടന്ന ഇൻസിഡന്റാ. ഇത് പറഞ്ഞു മടുത്തു. പുതിയ എന്താ പറയാ? വേറെ പോലെയോ? എടാ ഇത് ഇൻഡസ്ട്രിയെ വളർത്താൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവനോ ഇൻഡസ്ട്രിയെ വളർത്താൻ ഇത് നിങ്കി പുള്ളി ഞങ്ങൾക്കെതിരെ പണിതോണ്ടിരിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നതിനാണ് ഇൻഡസ്ട്രിയെ വളർത്താൻ എന്ന് ഞാൻ പറഞ്ഞോട്ടെ. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. ഞങ്ങൾ അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ നിൽക്കുക. ഇൻഫ്ലുവൻസ് ഉള്ളു, പടമില്ല. മക്കളെവിടെ? കണ്ടന്റ് എടുക്കാൻ അവര് ഈ ഷോയിൽ അധികം അവരെ ഞാൻ കൊണ്ടുവരാറില്ല. ബിക്കോസ് എനിക്ക് പിന്നെ നിങ്ങളെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അവരുടെ പറയുന്നത് ഞാൻ ഏതോ ഷോയില് കമലാസിന്റെ മടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും. അത് ആ ഷോയിന്റെ ആൾക്കാര് ഞങ്ങളുടെ അടുത്ത് ഇറങ്ങി ഒരു പൂ കൊടുക്കാൻ അവളെ കൊണ്ടുവരാവോ, അങ്ങനെ വി ബ്രോട്ട് ഹർ ഓൺ സ്റ്റേജ്. പക്ഷെ കമലാസിന്റെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ എപ്പിസോഡ് കണ്ടില്ല. നമുക്ക് പിന്നെ ഞാനൊരു സത്യം ചോദിക്കട്ടെ, നേരിട്ട് കാണുമ്പോൾ യു ആർ ലിറ്ററലി ഗ്ലോയിങ്, ലൈക് സ്കിൻ ഒക്കെ ഇങ്ങനെ ഗ്ലോ ചെയ്യുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്? എന്താണ് ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായിരിക്കുമ്പോ നമുക്ക് സന്തോഷം. ഒന്നുമില്ല, കുളിക്കാറ് പോലും ഇല്ല. ഇവിടെ ഇപ്പൊ ദുബായിലും അബുദാബിയിലൊക്കെ അത്യാവശ്യം എന്റെ സുഹൃത്തുക്കളും കസിൻസ് ഒക്കെ കണ്ടപ്പോ ഫുൾ ഹൗസ് നല്ല ആളുണ്ട്. അപ്പൊ അവിടെ കൂടെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ എനിക്കൊന്ന് ദുബായ് അബുദാബി ഇപ്പൊ മലയാള സിനിമയുടെ ഒരു മാർക്കറ്റായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അങ്ങനെയല്ല, ഏറ്റവും എന്നെ പോലും തിരിച്ചറിയുന്നുണ്ട്. ഏത് ദുബായില് മാർക്കറ്റില്ല? അപ്പൊ ഞാൻ കണ്ടപ്പോ അറിയാമോ, ഒരു നാണം കുണുങ്ങിയായിട്ടുള്ള, ഞാൻ ഇപ്പോഴും നോർമലാ, ഒതുങ്ങി മാറി നിൽക്കുന്ന ഒരു. അപ്പൊ ഇതൊന്നും ആയിരുന്നില്ല. യൂട്യൂബ് ചാനലില്ല, ആർക്കും അറിയില്ല. ആർക്കും അറിയില്ലെന്നോ? അന്ന് ആർക്കും അറിയില്ല. അറിയാമോ, എനിക്ക് തന്നെ എന്നെ അറിഞ്ഞൂടാ. ഫഹദ് ഭയങ്കര തമാശയോടെയായിരുന്നു പറഞ്ഞത്. ആ 3 കുട്ടികളെ വന്നിട്ട് എന്നെ കണ്ടിട്ട് മിണ്ടിയില്ല, ഭയങ്കര ജാടി അടിച്ചു നിന്നു, അവരെന്നെ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു. നിങ്ങൾ കുട്ടികൾ എന്നെ കണ്ടപ്പോൾ, നിങ്ങൾ ഇവരെ സീനിയർ ആക്ടേഴ്സിനെ ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്തു? ഒരു ദിവസം എയർപോർട്ടിൽ വെച്ച് കണ്ട്
You were going to ശബരിമല. അല്ലല്ല അന്ന് മാല ഇട്ടിരിക്കുക. അല്ലല്ല ഞാൻ ജീവിതത്തിൽ ശബരിമല പോയിട്ടില്ല. അല്ല ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടിരുന്നപ്പോ ഞാൻ അന്ന് ചെരുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മറന്നു പോയതായിരിക്കും. ഇവൻ അന്ന് പാടത്തുനിന്ന് പറഞ്ഞാണ് ഷൂട്ടില് ബിരിയാണി ഞാൻ വെക്കാൻ ആളെ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞതാ. പിന്നെ കണ്ടിട്ടില്ല ബിരിയാണി. ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഇവർക്ക് ആക്കി കൊടുക്കാൻ. അത് ഞങ്ങൾ ഇതിന്റെ സക്സസിന് ബിരിയാണി ധ്യാനം ഉണ്ടാക്കും. ഈ പടത്തിന്റെ സക്സസ് എന്താ പെട്ടിരിക്കുന്നത് അല്ല ഉറപ്പാണോ സക്സസ് ആവില്ല? ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോകുന്നു അവിടെ നമ്മളാണ് രാജാവ്. അതോടൊപ്പം തന്നെ നമ്മൾ എവിടെ പോകുന്നു അവിടെ നമ്മളാണ് സന്തോഷം പടർത്തേണ്ടത്. ഓക്കെ, അപ്പോ ഞാനൊരു സ്ഥലത്ത് ഇന്ന് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇന്ന് ഞാൻ ശ്രീനിനെ കാണുന്നു, ഞാൻ പേളിനെ കാണുന്നു, ഇന്ന് ഞാൻ ഒരുപാട് സംസാരിക്കുന്നു, ഞാൻ ചിരിക്കുന്നു. നാളെ ഞാൻ പേളിനെ വിളിക്കില്ല, ഞാൻ പേളിനെ ഒരു ആവശ്യത്തിന് സംസാരിക്കില്ല. പേളി വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കില്ല. കണ്ട സമയത്തെ ഇത് നമ്മുടെ ധ്യാൻ ചേട്ടൻ തന്നെയാണോ? അതെന്ത് ഒരേ ലുക്കിലല്ലേ എല്ലാ പടത്തിലും, പിന്നെന്ത് വ്യത്യാസം? ധ്യാൻ ചേട്ടൻ തന്നെ നേരെ ഇന്റർവ്യൂവിൽ ഈ കഥകളൊക്കെ പറയും. ഇല്ല പറഞ്ഞത് പറയില്ല. ഈ പറയാത്ത കഥകളുണ്ട് എന്തിന്റെ ആരെക്കുറിച്ച്? ധ്യാൻ ചേട്ടനെ കുറിച്ച് നമ്മൾ അറിയാത്ത രഹസ്യങ്ങൾ കുറെ ഉണ്ട്. പുറത്ത് പറയരുത്. പുറത്ത് പറയും. അടുത്ത് കേരള പോലീസ് പിടിക്കുമ്പോൾ ധ്യാൻ അഭിനയം നിർത്തുന്നതോടെ മലയാള സിനിമാ ലോകത്തിന് എന്ത് സംഭവിക്കും? എന്റെ ദൈവമേ, ഡിറ്റക്റ്റീവ് ജുറിന്റെ സക്സസ് സെലിബ്രേഷനിൽ വന്നിരുന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യം. അങ്ങനെ പോട്ടെ. അതെ, ഒരു പുല്ല് സംഭവിക്കില്ല. രണ്ടാമത്, ഓൺലൈൻ ചാനലുകാരുടെ ഉറക്കം നഷ്ടപ്പെടും. എന്റെ സമാധാനം നീ പട്ടിണിയാവും. അപ്പം നിങ്ങൾ ആ ട്രഷർ കണ്ടുപിടിക്കുക. എവിടെയൊക്കെ ആയിട്ട് നമ്മൾ ആ ട്രഷറിനെ കുറച്ച് ക്ലൂസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പതുക്കെ ഓരോ ഇതിൽ പോയി ആ ഒരു ക്ലൂസ് കണ്ടുപിടിച്ച് ട്രഷർ കണ്ടുപിടിക്കുക. സിമ്പിൾ അല്ലേ? ഈ ഒരു ടാസ്ക് അല്ലേ ഉള്ളൂ, ഒറ്റ ടാസ്ക്. അതുള്ളൂ. കണ്ടുപിടിക്കണം. എന്റെ കൂട്ടുകാരൻ ഇത് എവിടെയുള്ള ഇവിടെ? അതിപ്പോ ഞാൻ ഇങ്ങനെ പറയും. ഇതിന്റെ പുറത്തുള്ളുണ്ട്? ഇല്ല, അകത്ത് മാത്രമേ. പുറത്തുണ്ടെങ്കിൽ പോയിട്ട് ഒരു സീറ്റ് കളിച്ചു വരായിരുന്നു. സെറ്റാക്ക് പവർ